ദശപുഷ്പങ്ങളും അവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും മനസ്സിലാക്കാം. കേരളീയ പാരമ്പര്യത്തിൽ ദേവാംശമായി കണക്കാക്കപ്പെടുന്ന 10 ഔഷധ സസ്യങ്ങളെയാണ് ദശപുഷ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. പൂക്കൾ എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് എങ്കിലും ഇവയുടെ ഇലകൾക്കാണ് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഏറെ പ്രാധാന്യം. കറുക, ചെറോള, വിഷ്ണുക്രാന്തി, തിരുതാളി, മുയൽച്ചെവിയൻ, നിലപ്പന, ഉഴിഞ്ഞ, പൂവാങ്കുരുന്നില, മുക്കുറ്റി, കയ്യുണ്ണി തുടങ്ങിയവയാണ് ദശപുഷ്പങ്ങൾ. ഇവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ദേവതയെപ്പറ്റിയും മനസ്സിലാക്കാം. കറുക. ദശപുഷ്പങ്ങളിൽ ഒന്നായ കറുക ഹൈന്ദവ ആചാരങ്ങളിൽ ഗണപതി പൂജയ്ക്കും ഹോമങ്ങൾക്കും ഒഴിച്ചുകൂടാൻ ആവാത്തതാണ്. ബലിതർപ്പണ ചടങ്ങുകളിൽ ബലിക്കറുക എന്ന പേരിൽ ഇത് ഉപയോഗിക്കുന്നു. മുറിവുകളിൽ കറുകപ്പുല്ല് അരച്ചു പുരട്ടിയാൽ പെട്ടെന്ന് രക്തസ്രാവം നിൽക്കുമെന്ന് പറയപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ ചർമ്മരോഗങ്ങൾക്കും മാനസിക ആരോഗ്യം, മുടി സംരക്ഷണം തുടങ്ങിയവയ്ക്കും മരുന്നായി ഇത് ഉപയോഗിക്കുന്നു. ആദിത്യനാണ് ദേവത. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചിലയിടങ്ങളിൽ ബ്രഹ്മാവിനെയും ദേവതയായി കണക്കാക്കാറുണ്ട്. ചെറൂള. സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെറിയ ഔഷധച്ചെടിയാണ് ചെറൂള. ബലിപ്പൂവ് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയുവാനും വൃക്ക രോഗങ്ങൾ തടയുന്നതിനും രക്തസ്രാവം കുറയ്ക്കുവാനും പനിക്കും മറ്റും ഔഷധമായി ചെറുള ഉപയോഗിക്കുന്നു. കർക്കിടക മാസത്തിലെ ദശപുഷ്പം ചൂടലിനും കർക്കിടകത്തിൽ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിക്കും ചെറുള ഒഴിച്ചുകൂടാനാവാത്തതാണ്. പിതൃകർമ്മങ്ങൾക്കും ബലിതർപ്പണത്തിനും ചെറുള ഉപയോഗിക്കാറുണ്ട്. യമനാണ് ഇതിന്റെ ദേവൻ. അതിനാൽ ഇത് ചൂടുന്നത് ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. വിഷ്ണുക്രാന്തി. നിലംപറ്റി വളരുന്ന ഒരു ചെറിയ ചെടിയാണ് വിഷ്ണുക്രാന്തി. ഇതിന്റെ നീല നിറത്തിലുള്ള മനോഹരമായ ചെറിയ പൂക്കളാണ് വിഷ്ണുക്രാന്തിയുടെ പ്രധാന ആകർഷണം. ഇതിന്റെ വേരു മുതൽ പൂവ് വരെ പലവിധ ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വിഷ്ണുവിന്റെ നീല നിറവും സമാധാന സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്ന പൂക്കളായതിനാലാണ് ഇതിന് വിഷ്ണുക്രാന്തി എന്ന് പേര് വന്നത്. ശ്രീകൃഷ്ണനാണ് ദേവത. വിഷ്ണുവാണെന്നും പറയപ്പെടുന്നു. ചെടിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ പൂക്കൾ ഭഗവാന്റെ പാദങ്ങളെ പ്രതിനിധീകരിക്കുന്നതായി സങ്കല്പിക്കുന്നു. തിരുതാളി. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ തലയിൽ ചൂടുന്ന 10 ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത്. ഇതൊരു വള്ളിസസ്യമായാണ് കാണപ്പെടുന്നത്. ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കും തിരുതാളി മരുന്നായി ഉപയോഗിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാവുന്ന വന്ധ്യതയ്ക്കും വിഷഹാരിയായും ശരീരപുഷ്ടിക്കുമൊക്കെ മരുന്നായും ഉപയോഗിക്കുന്നു. ലക്ഷ്മി ദേവിയാണ് ദേവത. ഇത് തലയിൽ ചൂടുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നും ഐശ്വര്യവും സന്താന ഭാഗ്യവും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. മുയൽ ചെവിയൻ. ഇലകൾക്ക് മുയലിന്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. നിലംപറ്റി വളരുന്ന ഒരു ചെറിയ സസ്യമാണിത്. ആയുർവേദത്തിൽ ഈ ചെടി സമൂലമായി ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നു. തൊണ്ടവേദന, നേത്രരോഗങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായി ഇത് ഉപയോഗിക്കുന്നു. സൗന്ദര്യത്തിന്റെയും ഫലപ്രാപ്തിയുടെയും പ്രതീകമായ കാമദേവനാണ് ദേവത. ചില വിശ്വാസങ്ങളിൽ പരമശിവനെയും ഇതിന്റെ ദേവനായി കണക്കാക്കാറുണ്ട്. നിലപ്പന. പനയുടെ രൂപത്തിലുള്ള ചെറിയ പുൽച്ചെടിയായാണ് ഇത് കാണപ്പെടുന്നത്. കറുത്ത മുസ്ലി എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നു. ചെറിയ മഞ്ഞ നിറമാണ് ഇതിന്റെ പൂക്കൾക്ക്. മണ്ണിൽ വളരുന്ന ഇതിന്റെ കിഴങ്ങാണ് പ്രധാനമായും ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കും ശാരീരിക പുഷ്ടി, മഞ്ഞപ്പിത്തം പോലുള്ള മറ്റു അസുഖങ്ങൾക്കും ഔഷധമായി ഇത് ഉപയോഗിക്കുന്നു. ഭൂമി ദേവിയാണ് ദേവത. നിലപ്പന ചൂടുന്നതിലൂടെയും പൂജിക്കുന്നതിലൂടെയും പാപങ്ങൾ അകന്നുപോകുമെന്നാണ് വിശ്വാസം. ഉഴിഞ്ഞ. ഇത് പടർന്നു വളരുന്ന ഒരു വള്ളിച്ചെടിയാണ്. ബലൂൺ വൈൻ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. മുടി സംരക്ഷണത്തിനും പ്രകൃതിദത്തമായ ഷാംപൂവായും വാദസംബന്ധമായ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. യമനാണ് ദേവതയെങ്കിലും ഈ ഔഷധ സസ്യത്തിന്റെ അധിപൻ വരുണനാണെന്നും പറയപ്പെടുന്നു. പൂവാങ്കുറുന്നൽ. പരമ്പരാഗത ദശപുഷ്പങ്ങളിൽ ഒരു പ്രധാന ഔഷധ സസ്യമാണ് പൂവാങ്കുറുന്നൽ. ശരീരതാപം കുറയ്ക്കുവാനും രക്തശുദ്ധിക്കും മുടി വളർച്ചയ്ക്കും കൺമഷി നിർമ്മാണത്തിനും വരെ ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. ബ്രഹ്മാവാണ് ദേവതയെങ്കിലും സരസ്വതിയെയും ഇതിന്റെ ദേവതയായി കണക്കാക്കാറുണ്ട്. ദാരിദ്ര്യനാശത്തിനും രോഗശമനത്തിനുമായാണ് പൂജകളിലും ഔഷധങ്ങളിലും ഈ സസ്യം ഉപയോഗിക്കുന്നത്. മുക്കുറ്റി. പറമ്പുകളിലും വഴിയോരങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറു സസ്യമാണ് മുക്കുറ്റി. ഇതിൽ നിരവധിയാർന്ന ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്.
പ്രമേഹ നിയന്ത്രണത്തിനും വിഷഹാരിയായും മുറിവുണക്കുന്നതിനും മറ്റ് ഔഷധങ്ങൾക്കായും മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട്. മുക്കുറ്റിപ്പൂവ് ശ്രീ പാർവതീ ദേവിയുടെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഭർത്തൃപുത്ര സൗഖ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി പാർവതീ ദേവിയെ ആരാധിക്കുവാൻ മുക്കുറ്റിപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതീ ദേവി തപസ് ചെയ്തപ്പോൾ ഭഗവാന്റെ പരീക്ഷണം വിജയിക്കുവാൻ പാർവതി ഈ പുഷ്പം ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കയ്യുണ്യം പരമ്പരാഗതമായി ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് കയ്യോന്നി. ആയുർവേദത്തിൽ ഇത് ഭൃംഗരാജ് എന്നും അറിയപ്പെടുന്നു. തലമുടി തഴച്ചു വളരുവാനും കരൾ രോഗങ്ങൾക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേദന സംഹാരിയായും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട്. ശിവനാണ് ദേവത. ബലിതർപ്പണങ്ങളിലും ചില ഹൈന്ദവ ആചാരങ്ങൾക്കും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട്.